ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ ഹൂസ്, അതായത് WHOS, ഹൂസിൻ്റെ ഉപയോഗമാണ്. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹൂസ് നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വസ്തു ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ മുമ്പിലൊരു പേനയുണ്ട്. അപ്പം ഈ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അതായത് ഈ ഒരു വസ്തുവിൻ്റെ ഓണർ ആരാണ് എന്നറിയണമെങ്കിൽ എനിക്ക് ഹൂസ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഹൂസ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഹൂസ് പറയുക, അതിനുശേഷം രണ്ടാമത് ആ വസ്തു ഏതാണോ അത് പറയുക. അപ്പം എങ്ങനെ പറയാം? ഹൂസ് പെൻ. ഓക്കെ, ഹൂസ് പെൻ ഈസ് ദിസ് എന്ന് വെച്ചാൽ ഇത് ആരുടെ പേനയാണ്. ഓക്കെ, അതുപോലെ വേറൊരു ഉദാഹരണം, ഇപ്പോൾ അവിടെ ഒരു കാറുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ മുമ്പിലൊരു കാറുണ്ട്. അപ്പോൾ എനിക്കറിയണം ആ കാറിൻ്റെ ഉടമ ആരാണ്, അതായത് ആരുടെ കാറാണത് എന്നെനിക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഹൂസ് പറയുക, അതിന് ശേഷം രണ്ടാമത് ആ ഒബ്ജക്റ്റ് ഏതാണ്, ആ വസ്തു ഏതാണ്. ഇപ്പോൾ ഇവിടെ കാറാണ്, അപ്പോൾ ഹൂസ് കാർ ഈസ് ദിസ്. അപ്പം ഇത് ആരുടെ കാറാണ്. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം, ഇപ്പം അവിടെ ആയിട്ടൊരു വീടുണ്ട്. അപ്പം എനിക്കറിയണം ആ വീട് ആരുടെ വീടാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഹൂസ് പറയുക, അതിനുശേഷം രണ്ടാമത് ആ വസ്തു, ഇവിടെ വീടാണ്, അപ്പം അത് വീട് പറയുക. അപ്പോൾ ഹൂസ് ഹൗസ് ഈസ് ദിസ്, ഇതാരുടെ വീടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹൂസിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. അതായത് ഒരു വസ്തു ഉണ്ട്, അതായത് വീട്, കാറ്, അങ്ങനെ എന്തെങ്കിലും, ബൈക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ട്. അപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, അതായത് ആരുടേതാണ് അത് എന്ന്, ആ വസ്തു ആരുടേതാണ്, ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് എനിക്കറിയണം. അതിനു വേണ്ടി നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. ഇനി ഹൂസിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഒരു റിലേഷൻ അറിയണം, ഒരു ബന്ധം അറിയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. ഉദാഹരണം, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം എനിക്കറിയണം അയാൾ ആരുടെ മകനാണ്. ഓക്കെ, അപ്പോൾ ആ ബന്ധം, അതായത് സൺ, മകൻ എന്ന് പറഞ്ഞ ബന്ധം അറിയണം. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ അറിയാൻ വേണ്ടി നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ചാൽ, ആദ്യം ഹൂസ് പറയുക, അതിനുശേഷം നമ്മൾ രണ്ടാമത് ആ ബന്ധമാണ്, ആ റിലേഷനാണ് പറയേണ്ടത്. ഇവിടെ മകൻ, അതായത് സൺ ആണ് റിലേഷൻ. അപ്പോൾ ഹൂസ് കഴിഞ്ഞിട്ട് സൺ പറയുക. അപ്പോൾ ഹൂസ് സൺ ആർ യു, നീ ആരുടെ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ മകനാണ്. ഓക്കെ, അതുപോലെ വേറൊരു ഉദാഹരണം, ഇപ്പം അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ടെന്ന് വിചാരിക്കാം. അപ്പം എനിക്കറിയണം അവർ ആരുടെ വൈഫാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ആദ്യം ഹൂസ് പറയുക, ഹൂസ് കഴിഞ്ഞിട്ട് ബന്ധം, ഇവിടെ ബന്ധം എന്ന് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത് വൈഫാണ്. അപ്പം ഹൂസ് കഴിഞ്ഞിട്ട് വൈഫ്, ഹൂസ് വൈഫ് ആർ യു, നിങ്ങൾ ആരുടെ വൈഫാണ്. അപ്പോൾ നമുക്കിങ്ങനെ റിലേഷൻ അറിയാനും നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഹൂസിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ. അപ്പം ഹൂസിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.